എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NIA ഏവിയേഷൻ സർവീസസ് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് ഇപ്പോൾ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. NIA ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. തസ്തിക വരുന്നത് കസ്റ്റമർ സർവീസസ് അസോസിയേറ്റ് CSA ആണ്. വിവിധ എയർപോർട്ടുകളിലാണ് ജോലി വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. ശമ്പളം ലഭിക്കുന്നത് 13,000 മുതൽ 25,000 വരെയാണ്. ആകെ വേക്കൻസി 4,787 വേക്കൻസിയാണുള്ളത്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ടൊരു പേഴ്സണൽ ഇമെയിൽ IDയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണ്. അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ പേര്, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്തും ഉള്ള നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ, നിങ്ങളുടെ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആവശ്യമാണ്. നിങ്ങളുടെ ഒരു ID പ്രൂഫ് ആവശ്യമാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ, അല്ലെങ്കിൽ റേഷൻ കാർഡ്, അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ, അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് നമ്പർ, അല്ലെങ്കിൽ അതർ ഗവൺമെൻറ് ID ആയാലും മതി. ഇനി നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റ് ആവശ്യമാണ്. നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് വിത്ത് പിൻകോഡ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, നിങ്ങളുടെ JPG ഫോർമാറ്റിലുള്ള സ്കാൻഡ് ഇമേജസ്, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.niaaviationservices.com ആണ്. അവിടെ നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. കാൻഡിഡേറ്റ്സിൻ്റെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഫിസിക്കലി മെൻ്റലി ഫിറ്റ് ആയിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 30 ആണ്. എക്സാം ഡേറ്റൊക്കെ പിന്നീടായിരിക്കും അറിയിക്കുന്നത്. എക്സാമിൻ്റെ സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 മാർക്കിന്, ന്യൂമറിക് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്കിന്, ജനറൽ ഇംഗ്ലീഷ് 25 മാർക്കിന്, ജനറൽ അവെയർനെസ് 25 മാർക്കിന്, ആകെ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. വിശദമായിട്ട് സിലബസും കൊടുത്തിട്ടുണ്ട്. എക്സാം മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് എക്സാം സെൻറ്റർ വരുന്നത്. എക്സാമിന് പോകുമ്പോഴത്തേക്കും ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ലൈറ്റ് ക്ലോത്ത്സ് ആയിരിക്കണം. ഹാഫ് സ്ലീവ് ആയിരിക്കണം. വലിയ ബട്ടണോ ബാഡ്ജോ അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ തന്നെ ഷൂസ് ഇടാനായിട്ട് പാടില്ല. സ്ലിപ്പേഴ്സ്, സാൻഡൽസ് വിത്ത് ലോ ഹീൽസൊക്കെ ആയിരിക്കണം. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റും ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. റിട്ടൺ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും പാസ്സാവുന്ന കാൻഡിഡേറ്റ്സാണ് ട്രെയിനിങ്ങിന് എലിജിബിൾ ആകുന്നത്. പിന്നീട് ട്രെയിനിങ്ങിൻ്റെ ഫീസ് കാൻഡിഡേറ്റ്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ NIA ഏവിയേഷൻ സർവീസിൽ വിവിധ എയർപോർട്ടുകളിൽ ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 30 വരെയുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. +2 ആണ് യോഗ്യത വരുന്നത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.